ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ്, പിന്നെ അത്യാവശ്യം മെയിൻ്റനൻസ് വർക്കുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റ് ആക്കാം. അപ്പോൾ കുറച്ച് കംപ്ലയിൻസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടോ. നിലവിൽ ബാക്ക് സൈഡ് നമ്മൾ ബ്രേക്കിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ഇപ്പം ലൈലാൻഡ് ചവിട്ടുന്ന പോലെ സൗണ്ട്. അത് ഇതുമ്പോൾ കിടക്കുന്ന ലൈനർ ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അതാണ് ആ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹബിനും ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ഇതാണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ കേസ് പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ലേത്തി കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് പോളിഷ് ചെയ്യണം. അതിന് ശേഷം ഈ ബ്രേക്ക് ലൈനർ മാറ്റി കളഞ്ഞിട്ട് പുതിയ ലൈനർ, കമ്പനി ഒറിജിനൽ ലൈനറിലാണെങ്കിൽ ആ കംപ്ലയിൻ്റ് അവിടെ മാറിക്കോളും. പിന്നെ ബാക്ക് വീലിൻ്റെ ഡാംപർ റബ്ബർ സെറ്റുകൾ പൊട്ടിക്കിടക്കാണ്. ചെയിൻ സ്പോക്കറ്റ് ആയാലും കംപ്ലൈൻ്റ് ആണ്. ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷേ ചെയിൻ ഓവർലാപ്പിങ്, അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലം. നമ്മൾ എങ്ങനെ ചെയിൻ ടൈറ്റ് ചെയ്താലും നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് നിർത്താനായിട്ട് പറ്റില്ല. കാറ്റർക്ക് ഉള്ളത് കൊണ്ട് ചെയിൻ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റി കളയുക, എന്നാലാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഓൾറെഡി ഇവിടെ അടിഭാഗമൊക്കെ ഇതായി പോയിട്ടുണ്ട്, തന്നെയല്ല നല്ലോണം ഓവലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൈഡ് സ്റ്റാൻഡ് മാറ്റി പുതിയത് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെൻസറൊന്നും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ഫുൾ ടൈം തെളിഞ്ഞൊക്കെ നിൽക്കണേ. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ കൂട്ടത്തിൽ റെഡിയാക്കാവുന്നതാണ്. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ നോക്കി. എയർ ഫിൽറ്ററൊക്കെ മാറ്റേണ്ട ടൈമൊക്കെ പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്. പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്. എയർ ഫിൽറ്ററും പ്ലഗും ഒരുമിച്ചാണ് മാറ്റേണ്ടത്. കൂട്ടത്തിക്കടെ കാർബറേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതെന്താ കേസ് എന്ന് വെച്ചാൽ, യഥാർത്ഥ സത്യത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കാർബറേറ്ററിൻ്റെ തൊടാതിരിക്കണം നല്ലത്. കാരണം E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കാർബറേറ്ററിൻ്റെ അടിഭാഗമൊക്കെ ദ്രവിച്ചൊരവസ്ഥയിലായിരിക്കും നിലവിലിരിക്കുക. പക്ഷേ ഈ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററും കൂടി അഴിച്ചാലാണ് നമുക്ക് ആ ഫയറിങ്ങിൻ്റെ ഭാഗം സെക്ഷൻ കറക്റ്റ് ആവുള്ളൂ. ഇനി മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓവർഫ്ലോ ഇല്ലെങ്കിൽ ഭാഗ്യം. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അടക്കം മാറ്റി പുതിയത് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. എന്തായാലും കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താലാണ് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിനേക്കാളും ഒരു വണ്ടിയുടെ എൻജിനിൽ ഓയിലില്ല. ആകെയുള്ള ഓയിലാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു 10 ml 20 ml ഒക്കെ കഷ്ടി ഉണ്ടാവുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് ടൈമിംഗ് ചെയ്യാൻ പോയ സൗണ്ട് ഉണ്ട്, ചിലമ്പല സൗണ്ട്. അത് 2 കാരണങ്ങളാണ്. ഒന്ന്, ഓയിലില്ലാത്തത് കൊണ്ട് ടെൻഷനർ ലോഡാവില്ല, അപ്പോൾ ചെയിൻ ലൂസായിട്ട് കിടന്നടിക്കും. അത് കൂടാതെ കൊണ്ട് ചെയിനും വലിഞ്ഞു പോയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയിൻ അതും വലിഞ്ഞു പോയിട്ടുണ്ടാവും. ഓയിലില്ലാത്തത് കൊണ്ട് തന്നെ ആ സൗണ്ട് ക്ലിയറായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ ടൈമിംഗ് ചെയിൻ അഴിച്ച് മാറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അത് തന്നെയല്ല, നമുക്ക് ഈ സൈഡൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്. ഈ സൈഡിലൊക്കെ ഓയിൽ ലീക്ക് ഉള്ളത് കൊണ്ട് ടൈമിംഗ് ചെയിൻ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ആ ഓറിങ് ഓയിൽസിലൊക്കെ മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ അതിനകത്തുള്ള ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എൻജിനിൽ ഓയിലില്ലാന്ന് പറഞ്ഞല്ലോ, ഓയിലില്ലാതെയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ വന്ന സമയത്ത് വണ്ടിക്ക് പുകയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പുക വന്നെങ്കിൽ ഓയിലുണ്ടാവണം, ഓയിൽ കയറി കത്തുമ്പോഴാണ് പുക വരുള്ളൂ. ആ ഓയിൽ എൻജിനിൽ ഇല്ലാത്തതുകൊണ്ട് പുകയൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓയിലൊക്കെ പുതിയത് ഫില്ല് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പക്ഷേ പുക വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സിലിണ്ടർ പിസ്റ്റൺ എന്തെങ്കിലും സ്ക്രാച്ചസ് വന്നിട്ടുണ്ടാവും. ഓയിലില്ലാതെ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ സ്ക്രാച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിനിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ആ സ്ക്രാച്ച് ഉള്ള ഭാഗത്തേക്കൂടെ ഓയിൽ ഫേസിലേക്ക് കയറി ചെന്ന് ഓയിൽ കത്തും. സാധ്യത 99% അത് തന്നെയാണ്. അപ്പോൾ പുക വരാനുള്ള സാധ്യതയും വളരെ ഹൈ ആണ്. അപ്പോൾ ഒന്നോരെ 2 രീതിയിൽ ഈ ടൈമിംഗ് ചെയിൻ്റെ കേസ് 2 രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഒന്നോരെ നമുക്കിപ്പോൾ തൽക്കാലം ഓയിൽ മാറ്റി റെഡിയാക്കി, അപ്പോൾ സൗണ്ട് കുറേ വ്യത്യാസം വരും, കുറയും. കാരണം എന്ന് വെച്ചാൽ ഓയിലില്ലാത്തത് കൊണ്ട് ടെൻഷനർ, അതിൻ്റെ ക്യാം ചെയിൻ ടെൻഷനർ, പുഷ് റോഡ് ഓയിലില്ലാത്തത് കൊണ്ട് ലോഡാവില്ല. അപ്പോൾ ഓയിൽ പുതിയത് ചെല്ലുമ്പോൾ ലോഡായിട്ട് സൗണ്ട് കുറയും. പക്ഷേ 100% മാറില്ല എന്നുള്ളൂ, അച്ചലമ്പല സൗണ്ട് കുറയും. അപ്പോൾ ഒന്നുമല്ല ആ രീതിയിൽ നോക്കാം, എന്നിട്ട് ഉപയോഗിച്ച് നോക്കാം. വണ്ടി പുകയുണ്ടെങ്കിൽ, അതായത് ക്രാങ്കിൻ്റെ സൗണ്ടൊന്നുമില്ല, അപ്പോൾ പുക കാണിക്കുകയാണെങ്കിൽ സിലിണ്ടറിൻ്റെ ഭാഗം നമ്മൾ അഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അഴിക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കൂടെ ചെയിൻ മാറ്റിയാലും മതി. അതായത് നമ്മൾ വണ്ടി ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ രീതിയിൽ ചെയ്താലും മതി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞതിൻ്റെ കേസ് എന്ന് വെച്ചാൽ, പുക വരാനുള്ള സാധ്യത മിക്കവാറും 90%. അപ്പോൾ പുക വരുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ഈ ഭാഗം അഴിക്കേണ്ടി വരും. കാരണം പുക നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിക്കാതെ റെഡിയാക്കാതെ വണ്ടി കൊണ്ടുനടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ അഴിക്കണ കൂട്ടത്തിക്കൂടെ വേണമെങ്കിൽ അഴിച്ച് ടൈമിംഗ് ചെയിൻ അപ്പം മാറ്റിയിട്ടാലും മതി കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ട് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ ബാറ്ററി നമ്മൾ നോക്കി 2023 ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.87 വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ലോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ 8.80. അപ്പോൾ നിലവിൽ
8.5 വോൾട്ടിൽ താഴേക്ക് പോകുമ്പോഴാണ് കംപ്ലയിൻറ്റ് വരുള്ളൂ. ഏകദേശം ബോർഡർ ലൈനിലാണ്. എന്നാൽ പോലും വേറെ നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻ്റ് എന്ന് പറയാനും ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലഗും കൂടി നമ്മൾക്ക് ഇപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗും കൂടി നമുക്ക് മാറ്റിയിടേണ്ടതാണ്. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററുകൾ ഫ്രണ്ടിൽ ഈ ബാക്കിലത്തെ ഈ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററും കംപ്ലയിൻ്റ് ഉണ്ട്, ഗ്ലാസ്സൊക്കെ പോയേക്കണം. പിന്നെ സൈഡ് മിററുകൾ 2 മിറർ മാറ്റി വയ്ക്കണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ ഗ്രിപ്പിൻ്റെ കവറൊക്കെ കൂടെ മോശമായിക്കണം. അപ്പോൾ ഗ്രിപ്പ് കവറും അതിൻ്റെ ഈ സൈഡിൽ വന്ന ഹാൻഡിലിൻ്റെ എൻഡ് ബുഷ് പോയിട്ടുണ്ട്. അപ്പോൾ അത് അതിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സ്പീഡോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല, കേബിളൊക്കെ കംപ്ലയിൻ്റ് ആണ്. പെട്രോൾ മീറ്റർ വർക്കിംഗ് അല്ല, അത് ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതും എസ്റ്റിമേറ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെ ചെയ്യേണ്ടത്, ഏതൊക്കെ ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ അത് പ്രകാരം നോക്കി ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ മാറ്റുക എന്നുള്ള കേസ് നോക്കിയിട്ട് പറയാം. നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ കാണുന്ന കംപ്ലയിൻസുകൾ നമ്മളതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിടാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ട്. ഫ്രണ്ട് ഫോർക്ക് ലീക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പൈപ്പിൻ്റെ അടക്കം കംപ്ലയിൻ്റ് ആണ്. ഫോർക്ക് പൈപ്പ് പ്ലേറ്റിംഗ് ഒക്കെ പോയിരിക്കണത്. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ലീക്കേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 2 ഫോർക്ക് പൈപ്പ് അഴിക്കേണ്ടതായിട്ട് വരും. ഈ പൈപ്പ് ലീക്ക് ഉള്ളത് കൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡും പ്ലേറ്റിങ്ങിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സീറ്റിങ്ങിൽ കിടന്ന് ഓടുന്നത് കൊണ്ടാണ് ലീക്കേജ് കാണിക്കാത്തത്. അത് അഴിച്ച് നോക്കുമ്പോൾ പൈപ്പിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി മാറ്റാൻ കണക്കാക്കിയിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ കൂട്ടത്തിൽ നമുക്ക് അഴിച്ച് ക്ലിയർ ചെയ്ത് വിടാം. കോൺസെപ്റ്റ് അടിയുണ്ട്, കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ കോൺസെപ്റ്റും എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് അത് ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ വർക്കാണ് തൽക്കാലം പെൻഡിങ് ഇടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. എന്നിട്ട് അതനുസരിച്ചിട്ട് ഡീറ്റെയിൽസ് പറയാം. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ നിന്നൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഐറ്റം ഉണ്ടെന്ന് തോന്നണോ, ഞാൻ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് നാളെ വൈകിട്ടത്തേക്ക്, അതായത് 6-ാം തീയതി വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം, അതും പ്രകാരം ചെയ്യാം. പുകയുടെ കേസ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ എസ്റ്റിമേറ്റിനകത്ത് ടൈമിംഗ് ചെയിൻ അടക്കം മാറ്റുന്ന എസ്റ്റിമേറ്റാണ് ഉൾപ്പെടുത്തണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വീണ്ടും ഓർക്കാം, പുകയുടെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സിലിണ്ടർ അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സിലിണ്ടർ അഴിക്കണ കൂട്ടത്തിൽ കൂടെ ടൈമിംഗ് ചെയിൻ മാറ്റിയാലും മതി. പക്ഷേ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ കാർബറേറ്റർ ക്ലീനിങ്ങും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, അതനുസരിച്ച് ചെയ്യാം. അതേപോലെ ചെയിൻ സ്പോക്കറ്റൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. നോക്കിയിട്ട് അതനുസരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് മെസ്സേജായിട്ട് അയക്കാം. ഓക്കെ.